നമസ്കാരം. ഭാരതം വലിയ താമസമില്ലാതെ പ്രതിപക്ഷമില്ലാത്തൊരു രാജ്യമായി മാറും എന്നാണ് തോന്നുന്നത്. ജനാധിപത്യപരമായി നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷമില്ലാത്തൊരു രാജ്യം അത്ര നല്ലൊരു രാജ്യമായിട്ട് കണക്കാക്കുവാൻ സാധിക്കില്ല. കാരണം പ്രതിപക്ഷമില്ലാത്തൊരു ഭരണവ്യവസ്ഥ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. പക്ഷേ അവിടെയും ഒരു കണ്ടീഷൻ സപ്ലൈ എന്നുള്ള രീതിയിൽ വേണം അത് പറയുവാൻ. നല്ല പ്രതിപക്ഷമായിരിക്കണം. പ്രതിപക്ഷത്തിൻ്റെ കാര്യം ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഭാരതത്തെ സംബന്ധിച്ച് നമുക്കൊന്ന് നോക്കാം. ഭാരതത്തിൻ്റെ പ്രതിപക്ഷം എങ്ങനെയായിരിക്കണം? ഭാരതത്തിൻ്റെ ഭരണപക്ഷത്തിനെതിരെ നിൽക്കുന്ന ഒരു ശക്തിയായിരിക്കണം. ഭരണപക്ഷം ഏതെങ്കിലും ഒരു തരത്തിൽ, ഏതെങ്കിലും ഒരു രീതിയിൽ ഭാരതത്തിൻ്റെ വികസനത്തിനെതിരായ പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അവരെ തിരുത്തുവാനും അവരെ വിമർശിക്കുവാനും വേണ്ടിയുള്ള ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിരിക്കണം പ്രതിപക്ഷം. പക്ഷേ ദൗർഭാഗ്യവശാൽ ഭാരതത്തിൻ്റെ പ്രതിപക്ഷം ഭാരതത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്നൊരു സംഘമായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇല്ലാതാകുന്ന സംബന്ധിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഭാരതീയർക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷം ഇല്ലാതാകുന്നത് എന്ന് പറയുവാൻ പോകുന്നതെന്ന് പ്രേക്ഷകർക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാകും. അത് പശ്ചിമ ബംഗാളിനെയും മഹാരാഷ്ട്രയും പ്രതിയായിരിക്കും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കടന്ന് ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമിത്ഷാ അതിൽ നേരിട്ട് ഇടപെടുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. സ്ഥിരീകരിക്കപ്പെട്ട വാർത്തകളല്ല, പക്ഷേ സംഭവം സത്യമാണ്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതായി, നശിച്ച് നാറാണക്കല്ലെടുത്തെന്ന് നമ്മുടെ ഗ്രാമ്യ ഭാഷയിൽ പറയില്ലേ. അവർ BJP NDA മുന്നണിയെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായി മാറിക്കഴിഞ്ഞു. ഇന്നോളം ആരും കേട്ടിട്ടില്ലാത്തൊരു രാഷ്ട്രീയ കക്ഷിയിൽ തൃണമൂൽ വിമതന്മാർ ലയിച്ചു കഴിഞ്ഞു. മമതാ ബാനർജി പെരുവഴിയിലായി, വഴിയാധാരമായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മഹാരാഷ്ട്രയിലേക്ക് ചെന്നാൽ ഉദ്ധവ് താക്കറെയുടെ ഒപ്പമുണ്ടായിരുന്ന MP-മാരിൽ ഭൂരിഭാഗവും 3-2 പേരും 2% MLA MP-മാരും NDAയിലേക്ക് ചേക്കേറുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുമായി ലയിക്കുവാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർ മെജോറിറ്റി എന്ന് പറയുന്നത് 2 സഭകളിലും 3-2 ഭൂരിപക്ഷമുള്ള ഒരു നിലയിലേക്ക് NDA അടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ താമസമില്ലാതെ ഡീലിമിറ്റേഷൻ, സ്ത്രീ സംവരണം തുടങ്ങിയ പ്രധാനപ്പെട്ട ബില്ലുകൾ, ചിലപ്പോൾ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള നിയമവും പാസ്സാക്കുവാനുള്ള ശ്രമങ്ങൾ BJP തുടങ്ങുകയും അതിൽ വിജയിക്കുകയും ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, പശ്ചിമ ബംഗാളും മഹാരാഷ്ട്രയും മാത്രമല്ല, അതിനപ്പുറത്തേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നുള്ളത്. ഉത്തർപ്രദേശാണ് ഇപ്പോൾ അമിത്ഷായുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഒരു ചതുരംഗക്കളമായി മാറിയിരിക്കുന്നത്. അത് അമിത്ഷാ ഉത്തർപ്രദേശിനെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തുടങ്ങിയിട്ട് ഏറെക്കാലമായി. 2014 മുൻപേ അത്തരത്തിലുള്ള കരുനീക്കങ്ങൾ അദ്ദേഹം അവിടെ ആരംഭിച്ചതാണ്. അതിൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ് ഉത്തർപ്രദേശിൽ BJP കാലാകാലങ്ങളായി നേടിക്കൊണ്ടിരിക്കുന്ന വൻ വിജയങ്ങളും യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയതും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ നീക്കം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ താമസിയാതെ സമാജ്വാദി പാർട്ടിയും അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയും അതിൻ്റെ MP-മാർ കൃത്യമായി പിളർന്ന് BJPയിലേക്ക് ലയിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് ഇതൊരു രാഷ്ട്രീയപരമായിട്ട് ശരിയായൊരു നീക്കമാണോ, ധാർമ്മികമാണോ? അവർ നമ്മുടെ ആശയങ്ങൾക്കെതിരായി പ്രവർത്തിച്ചവരല്ലേ, അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഒരു ശരികേടില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ശരികേടുണ്ടതിൽ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു കണ്ടീഷൻ ഇവിടെയും പ്രസക്തമാണ്. ഒരു കാര്യം മാത്രം പ്രേക്ഷകരൊന്ന് ചിന്തിച്ചാൽ മതി. ഈ സമാജ്വാദി പാർട്ടിയിലെ MP-മാർ എന്നുള്ളത് ധാർമ്മികമായി പ്രവർത്തിക്കുന്ന ഒരു പക്ഷത്താണോ ഇപ്പോൾ നിലകൊള്ളുന്നത്? അല്ല, ഭാരതവിരുദ്ധരായിട്ടുള്ള ഒരു ചേരിയിലാണ് അവർ ഇപ്പോൾ നിലകൊള്ളുന്നത്. അവർക്ക് വേണ്ടിയാണ് ഇവർ വിടുപണി ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ, പലപ്പോഴും ഞാൻ എടുത്തെടുത്ത് പറയുന്നൊരു ഉദാഹരണമാണ്, ജമ്മു ആൻഡ് കാശ്മീരിൽ PDPയെ എങ്ങനെ ഉപയോഗിച്ച് ആവശ്യം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചോ ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും നല്ല ധാരണകളുണ്ട്. വ്യക്തമായ അത്തരം ധാരണകളോടുകൂടി മാത്രമാണ് അവരോരോ രാഷ്ട്രീയ സഖ്യങ്ങളും ഉണ്ടാക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. അത്തരത്തിൽ ഉപയോഗിച്ച് ആവശ്യം കഴിയുമ്പോൾ ഉപേക്ഷിക്കേണ്ട വ്യക്തികളായിട്ടല്ല അവരെല്ലാ സഖ്യകക്ഷികളെയും കാണുന്നത്. നിതീഷ് കുമാറിനോടും ബാബു നായിഡുവിനോടും അവർ നടത്തുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ കൈക്കൊള്ളുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ, അവരെ പ്രതി കൈക്കൊള്ളുന്ന, അവരെയും അവർ ഭരിക്കുന്ന
സംസ്ഥാനങ്ങളെയും യഥാക്രമം ബീഹാറും ആന്ധ്രാപ്രദേശും ഈ സംസ്ഥാനങ്ങളെ പ്രതി BJP നേതൃത്വത്തിലുള്ള സർക്കാരുകൾ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളും മാത്രം പരിശോധിച്ചാൽ മതി. സഖ്യകക്ഷികളോട് എല്ലാ സഖ്യകക്ഷികളോടും ഇത്തരത്തിൽ PDPയോട് പെരുമാറിയതുപോലെ അല്ല BJP പെരുമാറുന്നത്. വളരെ ഊഷ്മളമായ ബന്ധം എല്ലാ സഖ്യകക്ഷികളുമായി സൂക്ഷിച്ച് അവർക്ക് അർഹിക്കുന്ന ബഹുമാനം തന്നെ നൽകി മുന്നോട്ട് കൊണ്ടുപോകുവാൻ BJP ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ സമാജ്വാദി പാർട്ടിയിലുള്ള ഇത്തരം MP-മാരോടും MLA-മാരോടും BJPയുടെ മനോഭാവം നിങ്ങൾ പ്രത്യേക പാർട്ടിയായിട്ടൊന്നും ഇരിക്കേണ്ട, BJPയിലേക്ക് ലയിക്കൂ. കാരണം പിന്നീട് കൂറുമാറ്റ നിയമം അവർക്ക് ബാധകമാകണമെന്ന വാശിയോടുകൂടി മാത്രമേ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയുള്ളൂ. അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ അവർക്ക് അവർ മത്സരിച്ച മണ്ഡലങ്ങൾ തന്നെ ലഭിക്കുമെന്നുള്ള കാര്യത്തിലും ഒരു ഉറപ്പുമില്ല. ചില കാലഘട്ടങ്ങളിൽ BJP അത്തരമൊരു തെറ്റുകൾ ചെയ്തിരുന്നു. അതിൽ നിന്ന് പാഠം പഠിച്ച് അവർ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം നേടി മുന്നോട്ട് വന്നിട്ടുമുണ്ട്. അത് BJPയുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്, പ്രവർത്തന രീതിയാണ്. അതിന് വ്യക്തമായ മാർഗരേഖകൾ അമിത്ഷാ 2013 മുതൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് കൂടുതൽ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മാർഗരേഖകൾ. അതുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടിയും പിളരുമെന്നുള്ളൊരു വാർത്തയാണ് പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവയ്ക്കുവാനുള്ളത്. ഇതുകൊണ്ട് രണ്ടുണ്ട് ഫലം. ഒന്ന്, ഈ സൂപ്പർ മെജോറിറ്റി എന്നുള്ളൊരു തലത്തിലേക്ക് BJP ഉയരും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ഏതാണ്ട് ഇല്ലാതാവുക എന്നുള്ളത് BJPയുടെ ഭരണം തുടർന്നും ഇനിയുള്ള ഒരു 10-15 വർഷങ്ങൾ BJP സർക്കാരുകൾ തന്നെയായിരിക്കും ഉത്തർപ്രദേശ് ഭരിക്കുക എന്നുള്ളതിലേക്കുള്ളൊരു സൂചന കൂടിയാണ്. യോഗി ആദിത്യനാഥ് തുടർന്നും ഭരിക്കുന്നത് ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമാണ് എന്ന് പറയാതെ വയ്യ. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലെ ക്രമസമാധാനം ഇത്രയും വഷളായി കിടന്നിരുന്ന ഒരു സംസ്ഥാനത്ത് ക്രമസമാധാനം ഇത്രയും ഭംഗിയായി ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ഭംഗിയായി കൊണ്ടുവന്ന് ഇപ്പോൾ ക്രിമിനലുകൾ പുറത്തിറങ്ങാൻ ഭയക്കുകയും സാധാരണ ജനങ്ങൾ സമാധാനത്തോടുകൂടി പുറത്തിറങ്ങി നടക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഉത്തർപ്രദേശിനെ എത്തിച്ച യോഗി ആദിത്യനാഥ് തുടർന്നും ഒരു 10-15 വർഷങ്ങൾ അവിടെ ഭരിക്കുക എന്നുള്ളത് ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. അത്തരത്തിലുള്ളൊരു തലത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലങ്ങളിലും. സംസ്ഥാനങ്ങളെന്ന് ഞാൻ പറഞ്ഞത് 3 സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ഈ ഉത്തർപ്രദേശിൽ ഇത്തരത്തിലൊരു നീക്കം സഫലമായി കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ അതിനു മുൻപേ സഫലമാകുമെന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. കാരണം മഹാരാഷ്ട്രയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ MP-മാരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഉദ്ധവ് താക്കറെയും മമതാ ബാനർജിയെ പോലെ പെരുവഴിയിലാകും എന്ന് തന്നെയാണ് നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ച് പറയുവാൻ കഴിയുന്നത്. ഉത്തർപ്രദേശിലേക്കുള്ള കാര്യത്തിൽ കുറച്ചുകൂടി സമയമെടുത്തേക്കും. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ BJPയുടെ ലക്ഷ്യം എന്താണ്? BJPയുടെ ലക്ഷ്യം നേരെ പാർലമെൻറ്റിൻ്റെ മൺസൂൺ സമ്മേളനത്തിൽ, വർഷകാല സമ്മേളനത്തിൽ ഈ ബില്ലുകളെല്ലാം അവതരിപ്പിക്കുകയാണോ? തീർച്ചയായിട്ടും അത്തരത്തിലൊരു ലക്ഷ്യത്തിലേക്കാണ് അവർ ആത്യന്തികമായ ഒരു അന്തിമ ലക്ഷ്യം. ഈ വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് അത് തന്നെയാണ് BJPക്കുള്ളത്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റ് ചില ലക്ഷ്യങ്ങൾ കൂടി അവർക്കുണ്ട് എന്നറിയുവാൻ കഴിയുന്നു. അത് തമിഴ്നാടിനെ പ്രതിയുള്ളതാണ്. DMK വിഷയാധിഷ്ഠിത പിന്തുണ നൽകുന്ന സഖ്യകക്ഷി അല്ലാത്ത, എന്നാൽ സഖ്യകക്ഷിയെ പോലുള്ള ഒരു ബ്ലോക്കായി പ്രവർത്തിക്കും എന്നാണ്, NDAക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതിൽ ഏറെക്കുറെ ഒരു പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ അതിന് സാധ്യതകളുമുണ്ട്. അത്തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയാൽ സൂപ്പർ മെജോറിറ്റിക്കും അപ്പുറത്തേക്ക് ഒരു ശക്തി BJPക്ക് രാജ്യസഭയിലും ലോക്സഭയിലും ലഭിക്കും. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അതോടുകൂടി കോൺഗ്രസിൻ്റെ പതനം ഏതാണ്ട് പൂർണ്ണമാകും. കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് പിന്നീട് ഒരു 5 വർഷങ്ങൾ, ഏറിയാൽ ഒരു 5 വർഷങ്ങൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അത്തരത്തിലുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞത് കാരണം ഒരു വാർത്തയല്ല, പല സംസ്ഥാനങ്ങളിലെ പല വാർത്തകൾ കൂട്ടിയോജിപ്പിച്ച് ഒരു മുഴുവൻ ചിത്രം ആയിട്ട് പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിച്ചതിൻ്റെ കാരണം അടിസ്ഥാനപരമായിട്ട് ഈ ജനാധിപത്യത്തെക്കുറിച്ചുള്ളൊരു ചർച്ച ഇതിനെ പ്രതി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ചർച്ചയിലേക്കുള്ളൊരു വഴിമരുന്നാണ് ഈ ഒരു വിശകലനം. ആ ചർച്ചയുടെ പ്രധാന പോയിൻ്റ് നമ്മുടെ ഭാഗത്തു നിന്ന്, എൻ്റെ ഭാഗത്തു നിന്ന് എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് പ്രതിപക്ഷം എന്നുള്ള വസ്തുതയിൽ തുടങ്ങിയായിരിക്കും ആ ചർച്ചകൾ, ആ സംവാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ശരിയായൊരു പ്രതിപക്ഷം ഇല്ലെങ്കിൽ, അതായത് ശരിയായി പ്രവർത്തിക്കുന്ന, ശരിയായ ദിശാബോധമുള്ളൊരു പ്രതിപക്ഷം ഇല്ലെങ്കിൽ ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ഇല്ലാതിരിക്കുന്നതും
നല്ല കാര്യം തന്നെയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നറിയാൻ ഞങ്ങൾക്ക് തീർച്ചയായും താല്പര്യമുണ്ട്. ആ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.